നമ്മളൊരു യോക്കായിട്ട് നമ്മൾ അംബ്രല്ല പോലത്തെ കുർത്തികൾ തയ്ക്കില്ലേ, അപ്പോൾ അതുപോലെ തന്നെ അനാർക്കലി കുർത്തി. അപ്പോൾ അതിലെങ്ങനെയാണ് നമ്മൾ ബോക്സ് പ്ലീറ്റ് വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു അനാർക്കലി ഞാനിതിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ഇതുപോലെ വരച്ചു. അപ്പോൾ നമ്മളിതുപോലെ അതെ ഇങ്ങനത്തെയാണല്ലോ നമ്മൾ വരയ്ക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം കിട്ടതേ ഇതുപോലെ നമ്മൾ വരയ്ക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് എങ്ങനെയാണ് ബോക്സ് പ്ലീറ്റ്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റിൻ്റെ ഈ ഭാഗം എടുക്കുക. എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് ഇതിൽ ബോക്സ് പ്ലീറ്റ് ഇടാന്നുള്ളത് കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നോക്കാം. ഇപ്പോൾ ഞാനൊരളവ് പറഞ്ഞുതരാം, ജസ്റ്റ് ഒരു അളവ് കേട്ടോ. ഇപ്പോൾ റൗണ്ട് മെഷർമെൻ്റ് ആണ്, ഫുൾ മെഷർമെൻ്റ് ആണ് ഞാൻ പറയണത്. അപ്പോൾ ഇതിൽ വേസ്റ്റിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഇതിലെടുക്കണത് 20 ഇഞ്ചാണ് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതേ വേസ്റ്റ് 20 ഇഞ്ച്. അപ്പോൾ 10 ഇപ്പുറത്തും 10 അപ്പുറത്തും അങ്ങനെയാണ് നമുക്ക് വരിക അല്ലേ. അപ്പോൾ 10 ഇപ്പുറത്താണ് വരിക. അപ്പോൾ നമുക്ക് ഫ്രണ്ട് എത്രയായിരിക്കും? അപ്പോൾ നമുക്ക് ഫ്രണ്ടിൻ്റെ എന്ന് പറയുന്നത്, ഫ്രണ്ടിൻ്റെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് 10 വരിക. ആ 10ൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് ഇപ്പുറത്തും സീം അലവൻസ് കൊടുക്കണം, ഇപ്പുറത്തും സീം അലവൻസ് കൊടുക്കണം. അപ്പോൾ 4 ഇഞ്ചായില്ലേ. അപ്പോൾ സീം അലവൻസും അതുപോലെ തന്നെ ലൂസിങ്ങും കൂടി കൂട്ടിയിട്ട് അപ്പോൾ 4 ഇഞ്ച് വരും കണ്ടോ. അപ്പോൾ ഫ്രണ്ടിൽ 10ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ 14 ഇഞ്ചാണ് നമുക്ക് വരിക കേട്ടോ. അതുപോലെ 14 ഇഞ്ച് വരും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബാക്കിലും അതുപോലെ തന്നെയാണ് വരിക. അപ്പോൾ ബാക്കിലും നമുക്ക് 10ഉം അതുപോലെ തന്നെ സീം അലവൻസും ആ ലൂസിങ്ങൊക്കെ കൂട്ടി 4 ഇഞ്ച്. അപ്പോൾ നമുക്ക് അവിടെയും 14 ഇഞ്ചാണ് നമുക്ക് വരിക. അപ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടി. അപ്പോൾ നമുക്കിത് കിട്ടിയല്ലോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് നമുക്ക് ബോക്സ് പ്ലീറ്റിന് എത്രയാണ്. അപ്പോൾ നമുക്ക് ബോക്സ് പ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബോക്സ് പ്ലീറ്റിന് എത്രയാണ് അതിൻ്റെ വിഡ്ത്ത് നോക്കണം കേട്ടോ. ബോക്സ് പ്ലീറ്റിന് നമ്മൾ എത്രയാണ് അതിൻ്റെ വിഡ്ത്ത് നോക്കുക. അപ്പോൾ നമ്മൾ എടുക്കുക. അപ്പോൾ ബോക്സ് പ്ലീറ്റിൻ്റെ ഉള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് 2 ഇഞ്ച്. അപ്പോൾ വിഡ്ത്ത് എന്ന് പറയുന്നത് ബോക്സ് പ്ലീറ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 ഇഞ്ചിൻ്റെ ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ഇഞ്ചിൻ്റെ. അപ്പോൾ നമ്മൾ ഈ ബോക്സ് പ്ലീറ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 ഇഞ്ചാണ് എടുക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര പ്ലീറ്റ്സ് ഉണ്ടോ നോക്കുക. നമ്മൾ ഈ 10ൽ എത്രയാണ് വരാൻ നോക്കുക. അപ്പോൾ നമ്മൾ കണ്ടില്ലേ 10ആണ് നമ്മുടെ വേസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മളിതേ ഇവിടെ 10 ഇഞ്ച് നമുക്കിവിടെ കിട്ടും. അപ്പോൾ നമ്മളിവിടെ സീം അലവൻസ് നമ്മൾ എടുക്കരുത് കേട്ടോ. സീം അലവൻസ് മാറ്റി നിർത്തുക കണ്ടോ. സീം അലവൻസ് നമ്മൾ മാറ്റി നിർത്തണം. അതൊന്നും ചെയ്യണ്ട. നമ്മൾ വേസ്റ്റിന് മാത്രം നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരാം ബോക്സ് പ്ലീറ്റ് എത്ര വേണമെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ എടുക്കുക. അപ്പോൾ നമ്മളിത് ഇതുപോലെ എടുക്കുമ്പോൾ വേണ്ട നമ്മളിത് 10 ഇഞ്ചാണ്. ഇത് 10 ഇഞ്ചിൻ്റെ തുണിയാണെന്ന് നമ്മൾ വിചാരിക്കുക കേട്ടോ. കണ്ടോ 10 ഇഞ്ചിൻ്റെ തുണിയല്ലേ. അപ്പോൾ ഈ 10 ഇഞ്ചിൻ്റെ തുണിയിൽ നമ്മൾ ഇതേ 5 അപ്പോൾ 2 ഇഞ്ചിൻ്റെ വീതിയാണ് നമ്മൾ എടുക്കുന്നത്. 2 ഇഞ്ച് വിഡ്ത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 5 എണ്ണം വരും. ഇതാ 5 കണ്ടോ. അപ്പോൾ നമുക്കിവിടെ 2 ഇഞ്ചിൽ ഇപ്പോൾ ഇത് 2 ഇഞ്ച് വിഡ്ത്താന്ന് കേട്ടോ. എല്ലാത്തിനും 2 ഇഞ്ച് വിഡ്ത്ത് ഇതേ ഇതുപോലെ 2 ഇഞ്ച് വിഡ്ത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കണ്ടോ. അപ്പോൾ നമുക്ക് എത്ര വരിക. അപ്പോൾ നമ്മൾ നോക്കുക 1 2 3 4 5. അപ്പോൾ 10 ഇഞ്ച് കറക്റ്റ് വന്നില്ല. അപ്പോൾ 2 ഇഞ്ച് വിഡ്ത്ത് വരുമ്പോൾ അപ്പോൾ ഇങ്ങനെയാണ് ബോക്സ് പ്ലീറ്റിൻ്റെ വിഡ്ത്ത് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വിഡ്ത്ത് എടുത്തിട്ട് നെക്സ്റ്റ് നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ. അപ്പോൾ 10 ഇഞ്ച് വിഡ്ത്തും 10 ഇഞ്ച് വേസ്റ്റിൻ്റെ തുണിയിൽ വേസ്റ്റുള്ള ഇതിൽ നമ്മൾ വിഡ്ത്ത് 2 ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ 5 പ്ലീറ്റ്സ് കിട്ടും കണ്ടോ. പ്ലീറ്റ്സ് എത്ര എണ്ണം കിട്ടും? നമുക്ക് 5 എണ്ണമാണ് കിട്ടുക. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ ബോക്സ് പ്ലീറ്റിൻ്റെ നമുക്ക് കിട്ടിയിരിക്കും. ബോക്സ് പ്ലീറ്റിൻ്റെ വിഡ്ത്ത് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ നമുക്ക് വിഡ്ത്ത്. അപ്പോൾ വിഡ്ത്ത് എത്രയാണ് വരുന്നത്? നമുക്ക് 2 ഇഞ്ച് വിഡ്ത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബോക്സ് പ്ലീറ്റിൻ്റെ എത്ര നമ്പർ ഓഫ് പ്ലീറ്റ്സ്. അപ്പോൾ എത്രയാണ് വരുന്നത്? നമ്പർ ഓഫ് പ്ലീറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ എന്ന് പറയുന്നത് 5 എണ്ണം. 5 എണ്ണമാണല്ലോ നമുക്ക് വരുന്നത്. 1 2 3 അങ്ങനെ 5 എണ്ണം വരുന്നു. അപ്പോൾ ഇനി ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി സ്ഥിതിക്ക് നമുക്ക് വേറൊരു കാര്യം അടുത്തതായിട്ട് നമുക്ക് എത്ര ക്ലോത്ത് വേണം എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലോത്ത് എത്ര വേണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാം. ക്ലോത്ത് നീഡഡ് നമുക്ക് ആദ്യം നോക്കാം കേട്ടോ എങ്ങനെയാണെന്ന്. എത്ര ആവശ്യമുള്ളത് റിക്വയർഡ്. അപ്പോൾ നമുക്കത് എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ഒരു ഫോർമുല വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരത്തെ അതിൻ്റെ ഫോർമുലയിൽ ഇതേ കണ്ടില്ലേ നമുക്ക് വിഡ്ത്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബോക്സ് പ്ലീറ്റിൻ്റെ വിഡ്ത്ത്. അപ്പോൾ അതിൽ ആദ്യം ചെയ്യേണ്ടത് വിഡ്ത്ത് എഴുതുക ഇൻറ്റു നമ്മൾ എത്ര പ്ലീറ്റ്സ് വേണം എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് 5ആണ്. 5 പ്ലീറ്റ്സ് നമുക്ക് കിട്ടില്ലേ. അപ്പോൾ നമ്പർ ഓഫ് പ്ലീറ്റ്സ് കേട്ടോ. അപ്പോൾ അത് നമ്മളിവിടെ എഴുതി വയ്ക്കുക നമ്പർ ഓഫ് പ്ലീറ്റ്സ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം നമ്മൾ ചെയ്യേണ്ടത് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക 3 കൊണ്ട് കേട്ടോ. അപ്പോൾ ഏതൊരു ആൾക്കും 3 ടൈംസ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അതുപോലെ ചെയ്തിട്ട് എന്നിട്ട് പ്ലസ് കണ്ടോ നമ്പർ ഓഫ് പ്ലീറ്റ്സ് പ്ലസ് 4 എന്നിട്ട് 4 കൊണ്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു വിഡ്ത്ത് 2 ഇഞ്ചാണ്. 2 ഇൻറ്റു നമ്പർ ഓഫ് പ്ലീറ്റ്സ് എന്ന് പറയുന്നത് 5 ഇഞ്ചാണ് വരിക കേട്ടോ.
നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇൻറ്റു 3 കണ്ടില്ലേ. അപ്പോൾ നമുക്ക് വരുന്നത് കണ്ടോ 30. അപ്പോൾ ദേ ഇതുപോലെ എന്നിട്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ 30 + 4. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിട്ട് വരുന്നത് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 34 ഇഞ്ചാണ്. ഇതേ ഇപ്പോൾ നമ്മൾ ഒരു ഭാഗത്തെ കണക്കല്ല നോക്കിയിരിക്കുന്നത്, 34 ഇഞ്ച് ഫ്രണ്ട് ഭാഗത്ത്. ഇപ്പോൾ ഒരു ഭാഗത്താണല്ലോ നമ്മൾ നോക്കി വെച്ചിരിക്കുന്നത്, 30 ഇഞ്ച് എന്നുള്ളതും കിട്ടിയത് ഒരു ഭാഗത്താണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിപ്പോൾ ഫ്രണ്ട് ഭാഗത്തേക്കും ഇതുപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് 34 ഇഞ്ചും, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരെണ്ണത്തിൻ്റെ നോക്കിയിട്ടുള്ളൂ ബാക്ക് ഭാഗത്തേക്ക് നോക്കാം. അപ്പോൾ ബാക്ക് പാർട്ടിലും നമുക്ക് ഇതുപോലെ തന്നെയാണ് വരിക. ബാക്ക് പാർട്ടിലും നമുക്ക് വരുന്നത് 34 ഇഞ്ചാണ് കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അളവ് വരുന്നത് കേട്ടോ. 34 ഇഞ്ച് ബാക്കിലേക്ക് ഫ്രണ്ടിലേക്ക് 34 ഇഞ്ച് തുണി വേണം. അപ്പോൾ നമുക്കത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് മീറ്ററിൽ കൺവേർട്ട് ചെയ്ത് പറയാം. അപ്പോൾ ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞു ഒരു ഭാഗത്തെയാണ് 34, അപ്പോൾ രണ്ട് ഭാഗത്തെയും കൂടി 34, രണ്ട് ഭാഗത്തെയും 34, അപ്പോൾ രണ്ടും കൂടി 68 വരും. അപ്പോൾ ഞാൻ നേരത്തെ കാൽക്കുലേറ്റർ നോക്കുമ്പോൾ നമുക്ക് മീറ്ററിൽ ഇഞ്ചിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത്രയാണ് വരിക, 1.72 മീറ്ററാണ് നമുക്ക് ആ ഒരു തുണി. അത്രയും തുണി നമുക്ക് വേണം കേട്ടോ ഇതിന്. അപ്പോൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി തരാൻ വീണ്ടും പറയാം കേട്ടോ. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ ഒരു ഭാഗത്തെ കണ്ടില്ലേ, ഇതിൽ നമുക്ക് 30 ഇഞ്ചാണ് നമുക്കതിൻ്റെ മൊത്തം കിട്ടിയിരിക്കുന്നത്. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഇത് പുറത്ത് സീം അലവൻസ് ആണ് കേട്ടോ. അത് പ്രത്യേകം ഞാൻ പറയണു. ഈ സീം അലവൻസ് പുറത്ത് 4 സീം അലവൻസ്. അപ്പോൾ നമുക്ക് ആ സീം അലവൻസ് കൂട്ടാണ്ട് 30 ഇഞ്ചാണ് നമുക്ക് വന്നിരിക്കുന്നത്. 30 ഇഞ്ച് തുണി കണ്ടില്ലേ. അപ്പോൾ അതിവിടെ 30 ഇഞ്ച് തുണി. അപ്പോൾ 30 ഇഞ്ച് തുണിയിൽ നമ്മൾ ഇതുപോലെ പ്ലീറ്റ്സ് 2 ഇഞ്ചിൻ്റെ പ്ലീറ്റ്സ് ഇതുപോലെ ഇട്ടിട്ട് നമ്മൾ കൊണ്ടുവരും 30 ഇഞ്ചിൻ്റെ. എന്നിട്ട് പിന്നെ നമുക്ക് 34 ഇഞ്ച് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 2 ഇഞ്ച് സീം അലവൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 2 ഇഞ്ച് സീം അലവൻസ് ഉണ്ട്. അപ്പോൾ 30ഉം 4ഉം 34. അപ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ 30 ഇഞ്ച് തുണി ഇതുപോലെ നമ്മൾ ചുരുക്കി കൊണ്ടുവരിക. അതിനുശേഷം ഇപ്പുറത്ത് 2 ഇഞ്ചും ഇപ്പുറത്ത് 2 ഇഞ്ചും കൂട്ടി 34 ഇഞ്ച് കേട്ടോ. അപ്പോൾ 34 ഇഞ്ച് നമുക്കിതിൽ കൊണ്ടോളും. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിലും അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടും നമുക്ക്. കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഇത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത് സീം അലവൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് സീം അലവൻസ് അത് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യില്ല. ഇതേ കണ്ട ഇതുപോലെ വരുമ്പോഴാണ് വന്നിട്ടാണ് നമ്മൾ സീം അലവൻസ് ഇവിടെ ആഡ് ചെയ്ത് വെക്കുന്നത്. ഇത് 30 ഇഞ്ച്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് തുണിയിൽ നമുക്കിത് എങ്ങനെയാണ് ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതൊരു ചാർട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ചാർട്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ ഇതിപ്പോൾ മനസ്സിലാക്കി വയ്ക്കുന്നത് ഞാൻ ആ തുണിയിലെടുക്കുമ്പോൾ നമ്മൾ 1, 2, 3, 4 അതുവരെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഏതൊക്കെ സെൻറ്റർ ഏതാണ്, അതുപോലെ ഫോൾഡ് ഏതാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 2 എന്ന് പറഞ്ഞ ഭാഗം ഫോൾഡ് 2ഉം 4ഉം ഫോൾഡ് ചെയ്യുമ്പോൾ 3ആണ് എനിക്ക് സെൻറ്റർ വരിക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ 8ൻ്റെ ഭാഗം ഞാൻ ഫോൾഡ് അപ്പുറത്തോട്ട് ഇപ്പുറത്താണ് നമ്മൾ ചെയ്യുമ്പോൾ 10ഉം ചെയ്യുമ്പോൾ 9ആണ് നമുക്ക് സെൻറ്റർ വരിക. അപ്പോൾ അത് നിങ്ങൾക്ക് നമ്മളടുത്ത തുണിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവൂട്ടാ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ചാർട്ട് കാണിച്ചത്. അപ്പോൾ നമ്മൾക്കിപ്പോൾ 30 ഇഞ്ച് നമുക്ക് തുണി നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ വരെ മതി. ഇപ്പോൾ അതിലും കൂടുതൽ തുണി ആവശ്യമുള്ളവർക്ക് ഇതേ അതുപോലെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഇവിടേക്ക് എഴുതാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇത്ര എഴുതിയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ബാക്കിയുള്ള കണക്കായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കേട്ടോ. അല്ല അറിയുന്നവർ ഇതൊക്കെ സ്കിപ്പ് ചെയ്തോ. അപ്പോൾ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇതാക്കിയത്. അപ്പോൾ ഇത് തുണിയിൽ ഇതുപോലെ നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് നമ്മൾ വെക്കുക കേട്ടോ. ഞാൻ ലെങ്ത്തിനനുസരിച്ച് ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ലെങ്ത്ത് എടുക്കുക. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. ഇതൊക്കെ അപ്പോൾ ഞാൻ അവിടെ ഒരു 34 ഇഞ്ച് അടയാളപ്പെടുത്തി. നമ്മൾ പറഞ്ഞല്ലോ 34 ഇഞ്ച് തുണി ഒരു ഭാഗത്തേക്ക് വേണം, ഫ്രണ്ട് പാർട്ടിലേക്ക് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ പറയേണ്ടത് നമ്മൾ ബോക്സ് പ്ലീറ്റ് എടുക്കുമ്പോൾ എപ്പോഴും തുണിയുടെ നല്ല പുറത്ത് ആയിരിക്കണം, അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ബോക്സ് പ്ലീറ്റായി മാറും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ എടുക്കുക. അപ്പോൾ നമ്മൾ എടുത്തിട്ട് നമുക്കിപ്പോൾ വേണ്ടത് 2 ഇഞ്ചിൻ്റെ ബോക്സ് പ്ലീറ്റാണ് നമ്മൾ പറഞ്ഞ വിഡ്ത്ത്. അപ്പോൾ നമ്മൾ തുണിയിൽ അടയാളപ്പെടുത്തുമ്പോൾ 1 ഇഞ്ച് അതെങ്ങനെയാണ് വരാമെന്ന് കാണിച്ചു തരാം. 1 ഇഞ്ച് അടയാളപ്പെടുത്താം കേട്ടോ. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം സീം അലവൻസ് നമ്മൾ പറഞ്ഞല്ലോ 2 ഇഞ്ച് 4 ഇഞ്ച് സീം അലവൻസ് ഉണ്ടെന്ന്. അപ്പോൾ അതിലെ ഒരു ഭാഗത്തേക്ക് 2 ഇഞ്ച് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തുക. ബാക്കിൽ നമുക്ക് വേറെ 2 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മൊത്തം 4 ഇഞ്ച് ആയിക്കോളും. അപ്പോൾ ഇതുപോലെ 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് ഇനിയുള്ളത് നമ്മൾ 1 ഇഞ്ച് വീതമാണ് അടയാളപ്പെടുത്തുക. കാരണം നമുക്ക് 2 ഇഞ്ചിൻ്റെ ബോക്സ് പ്ലീറ്റാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 1 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനിയുള്ള 30 ഇഞ്ചിൽ 2 ഇഞ്ച് ആദ്യം കഴിച്ചു, അതിനുശേഷം ബാക്കിയുള്ള 30 ഇഞ്ച് ബാക്കി 30 ഇഞ്ചിൽ നമ്മളിതുപോലെ ഓരോ ഇഞ്ച് വീതം നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. എളുപ്പമാണിത്, നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ മതി. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഓരോ ഇഞ്ച് വീതം 30
30 വരെ ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു ദേ ഇവിടെ 2 ഇഞ്ച് ദേ ഇതുപോലെ സീം അലവൻസ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഇതേപോലെ തന്നെ നമ്മളിത് ഇതുപോലെ അടയാളപ്പെടുത്തി 1, 2, 3 അതുപോലെ 30 ഇഞ്ച് വരെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കും. 1 ഇഞ്ച് വീതം അടയാളപ്പെടുത്തി കൊടുത്തില്ലേ. അപ്പോൾ ഇതാ 2 ഇഞ്ച് സീം അലവൻസ് മാറ്റി അതിനുശേഷം ഓരോ ഇഞ്ച് വീതം ഞാൻ അവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. കണ്ട 30 ഇഞ്ച് വരെ അടയാളപ്പെടുത്തി അതിനുശേഷം 2 ഇഞ്ച് എക്സ്ട്രാ അടയാളപ്പെടുത്തി കണ്ടില്ലേ. അത് സീം അലവൻസ് ആണ്. അപ്പോൾ നമ്മുടെ 4 ഇഞ്ച് സീം അലവൻസ് വന്നില്ലേ. അപ്പോൾ നമ്മളിതേ ഞാനിതൊന്ന് മാർക്കറിൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതുപോലെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിത് എടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് കഴിച്ചു. അതിനുശേഷം ആദ്യത്തെ നമ്മൾ എടുക്കാൻ പാടില്ല, രണ്ടാമത്തെയാണ് 1 എടുക്കാൻ പാടില്ല കേട്ടോ. ഞാൻ 2 എടുത്തിരിക്കുന്നത്. അപ്പോൾ മുമ്പിലോട്ട് പോവുക കണ്ടോ. 2 എടുത്തിട്ട് ഇതേ ആ ഒരു 1ൻ്റെ മുമ്പിലേക്ക് പോവുക കണ്ടോ. ഇനി എടുക്കുന്നത് പിന്നിലേക്ക് പോകാമെന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സെൻറ്റർ 3 നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പറഞ്ഞാൽ അടുത്ത പോയിൻ്റ് സെൻറ്ററാണ്. അതിനുശേഷം 4 എടുക്കുക, മുമ്പിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ 4 കഴിഞ്ഞ് 5 എടുക്കേണ്ട 6. അപ്പോൾ ഒരു മുന്നിലോട്ട് പോകുമ്പോൾ 1 പിന്നിലോട്ട് പോകണം. അങ്ങനെയാണ് ബോക്സ് പ്ലീറ്റ് വരിക. അപ്പോൾ നമ്മളിവിടെ അപ്പോൾ നമുക്ക് സെൻറ്റർ ഏതാ വന്നത് 3 സെൻറ്റർ വന്നത്. അപ്പോൾ നമ്മൾ പിന്നെ നമുക്ക് മുന്നിലോട്ട് വരണം. അപ്പോൾ നമ്മൾ 8 എടുത്തിട്ട് നമ്മുടെ ഈ ആദ്യത്തെ പോയിൻ്റില്ലേ അതിനോട് യോജിപ്പിച്ചു കണ്ടോ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കണം ഞാൻ പറയുന്നതിലേറെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. ഇനി നമ്മൾ ആ 9 നമ്മുടെ സെൻറ്റർ. അപ്പോൾ അവിടെ നിന്ന് കഴിച്ചിട്ട് പിന്നെ 10 എടുക്കുക, 11 എടുക്കരുത്. പിന്നെ 12ലേക്ക് നമ്മൾ മുന്നിലോട്ട് പോവാട്ടോ, പിന്നിലോട്ട് പോവുക. ഇപ്പോൾ എന്നിട്ട് നമ്മൾ അവൻ്റെ സെൻറ്റർ വന്നു. അപ്പോൾ ആ ഒരു ഭാഗം എടുക്കരുത്. 14 ദേ ഇങ്ങോട്ട് വെച്ചു, നമ്മുടെ ഈ ഒരു പോയിന്റിലേക്ക് മുന്നിലോട്ട് വെച്ചു. അങ്ങനെ ഓരോ പോയിന്റും ദേ ഇതുപോലെ നമ്മൾ മുന്നിലോട്ടും പിന്നിലോട്ടായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കട്ടോ. ദേ ഇതുപോലെ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു പോയിന്റ് മുന്നിലോട്ടാണെങ്കിൽ ഒരു പോയിന്റ് പിന്നിലോട്ട് വെച്ച് നമ്മൾ അടയാളപ്പെടുത്തുക. അപ്പോൾ അത് നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നമ്പർ ഇട്ട് എഴുതിയത് കേട്ടോ. അങ്ങനെ ഓരോ ബോക്സ് പ്ലീറ്റും നമ്മളിതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ മതിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാനിപ്പോൾ ഓരോന്ന് പറയുന്നതിലേറെ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. അതല്ലേ അതാകുമ്പോഴാണ് ഇത് ശരിയാവുള്ളൂ. അപ്പോൾ ദേ ഇതുപോലെ ഓരോ ഇതും ഞാൻ അടയാളപ്പെടുത്തി. അവസാനം നമുക്ക് 5 പ്ലീറ്റ് വരും. 5 ബോക്സ് വരും കേട്ടോ. അപ്പോൾ അത് നമുക്ക് അപ്പോഴാണ് കറക്റ്റായിട്ട് വരിക. അപ്പോൾ കണ്ടില്ലേ, അത് നമുക്ക് കിട്ടണം കണ്ടോ. നമ്മൾ നേരത്തെ കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോ 10 ഇഞ്ച് നമ്മൾ ഫ്രണ്ടിൽ 10 ഇഞ്ച് 4 ഇഞ്ച് സീം അലവൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ കണക്കുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ 30 ഇഞ്ചിൽ ഇത്ര വന്നു. അപ്പോൾ 5 ബോക്സ് പ്ലീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ദേ ഇതുപോലെ 30 ഇഞ്ചിൽ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ. അതിലപ്പുറത്ത് 2 ഇഞ്ചും ഇപ്പുറത്ത് 2 ഇഞ്ച് സീം അലവൻസ്. അപ്പോൾ 4 ഇഞ്ച് നമുക്കിതൊന്ന് അളന്ന് നോക്കട്ടോ, നമുക്ക് എങ്ങനെയാണ് വരണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ സീം അലവൻസ് വിട്ടിട്ട് കണ്ടില്ലേ 5 പ്ലീറ്റ് ബോക്സ് പ്ലീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ കണ്ടോ ആ സീം അലവൻസ് വിട്ടിട്ട് ആ ഒരു ഭാഗം നോക്കുമ്പോൾ കറക്റ്റ് 10 ഇഞ്ച് നമുക്ക് വന്നേക്കണുണ്ടോ. കറക്റ്റ് 10 ഇഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ അളവ് കണ്ടോ. അപ്പോൾ അതിനുശേഷം നമുക്കിത് ഇപ്പുറത്ത് സീം അലവൻസിൽ 2 ഇഞ്ചുണ്ട്. അപ്പോൾ കണ്ടോ 12 കണ്ടോ, അപ്പുറത്തും 12. അപ്പോൾ 14 ഇഞ്ച് വന്ന് കണ്ടോ. അപ്പോൾ ഇതാണ് ഒരു ഭാഗത്തെ അളവ് എന്ന് പറയുന്നത് കേട്ടോ, ഒരു ഭാഗം നമ്മൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടു നോക്കുക, ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ.